ഹായ്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ മോഹൻലാലിനെ കുറിച്ച് പറഞ്ഞിരുന്നു. മോഹൻലാലിൻ്റെ രാജകീയ തിരിച്ചുവരവിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അതായത് 2025 മോഹൻലാൽ അങ്ങ് തൂക്കി 200 കോടി ചിത്രങ്ങൾ, ഒരു 76 കോടി ചിത്രം, അതുപോലെ റിലീസുകളെല്ലാം വിജയം. അദ്ദേഹത്തിന് രാജ്യത്തിൻ്റെ പരമോന്നത ബഹുമതിയായ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡും ലഭിച്ചു. ഈ വിഷയത്തെക്കുറിച്ചെല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. ഇനി മമ്മൂട്ടിയെക്കുറിച്ച് 2024 വരെ ലാലേട്ടന് കഷ്ടകാലമായിരുന്നു എങ്കിൽ മമ്മൂട്ടിക്ക് ഏറ്റവും നല്ല സമയമായിരുന്നു. മമ്മൂട്ടിയുടേതായി വരുന്ന എല്ലാ സിനിമകളും വിജയിച്ചുകൊണ്ടിരുന്ന ആ സമയം. പക്ഷെ 2025 ആയപ്പോൾ സംഗതി മാറി. അതുവരെ അദ്ദേഹത്തിനെ കുറിച്ച് പറയാനുണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ സിനിമകൾ വലിയ കളക്ഷനിലേക്ക് പോകുന്നില്ല എന്നുള്ളതാണ്. അതായത് മികച്ച അഭിപ്രായം ലഭിച്ചാലും ആ സിനിമകളെ വലിയ കളക്ഷനിൽ എത്തിക്കാൻ മമ്മൂട്ടിക്ക് ആവുന്നില്ല. 100 കോടി എന്ന നേട്ടം അദ്ദേഹത്തിന് സ്വന്തമാക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയാനുണ്ടായിരുന്ന കാര്യം. പക്ഷേ 2025 ആയപ്പോൾ അദ്ദേഹത്തിൻ്റെ കഷ്ടകാലം തുടങ്ങി എന്ന് വേണം പറയാൻ. അദ്ദേഹത്തിൻ്റെതായിട്ട് 2 സിനിമകളാണ് റിലീസ് ചെയ്തത്. ആ 2 സിനിമകളും ബോക്സ് ഓഫീസിൽ കൂപ്പുകുത്തി. അതായത് ഡൊമിനിക്, ബസൂക്ക. ഡൊമിനിക് ഭേദപ്പെട്ട അഭിപ്രായം നേടിയെടുത്ത സിനിമയാണ്. അതുപോലെ ബസൂക്കിയും അത്യാവശ്യം കൊള്ളാവുന്ന ഒരു സിനിമ തന്നെയാണ്. അവസാന 15 മിനിറ്റ് മമ്മൂട്ടി ഗംഭീര പെർഫോമൻസ് കാഴ്ചവെച്ചു എന്നാണ് പലരും പറഞ്ഞിരുന്നത്. പക്ഷേ 2 സിനിമകളും ബോക്സ് ഓഫീസിൽ കാര്യമായ ചലനമുണ്ടാക്കിയില്ല. അതായത് പരാജയപ്പെട്ടു എന്നുള്ളത് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെതായിട്ട് റിലീസുകളും ഉണ്ടായിരുന്നു. അതും കനത്ത പരാജയങ്ങളായി മാറി. ലാലേട്ടൻ്റെ റിലീസുകളെല്ലാം വലിയ വിജയങ്ങളാവുമ്പോൾ മമ്മൂട്ടിയുടെ റിലീസുകൾ കനത്ത പരാജയമായി മാറുന്നു. അതായത് ഈ വർഷം ഇറങ്ങിയ എല്ലാ സിനിമകളും കനത്ത പരാജയമായി മാറി. അതുമാത്രമല്ല, മമ്മൂട്ടിയുടെ സിനിമകൾ OTTക്ക് പോലും വേണ്ടാത്ത ഒരവസ്ഥ. അതായത് ഡൊമിനിക്കും ബസൂക്കിയും ഇതുവരെ OTTയിൽ വന്നിട്ടില്ല, ആരും എടുത്തിട്ടില്ല. ഇതെല്ലാം കൊണ്ട് തന്നെ മമ്മൂട്ടിക്ക് 2025 എന്ന വർഷം കുറച്ച് കഷ്ടകാലമായിരുന്നു ഇതുവരെയും. തീർച്ചയായും അദ്ദേഹം തിരിച്ചു വരും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മോഹൻലാൽ തിരിച്ചു വന്നതുപോലെ മമ്മൂട്ടിയും തിരിച്ചു വരും എന്നുള്ളത് തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. കളങ്കാവൽ എന്ന സിനിമ അദ്ദേഹത്തിൻ്റെ ഒരു മികച്ച സിനിമയായി മാറും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. വ്യത്യസ്ത വേഷങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൽ മമ്മൂട്ടിക്ക് ഒരു പ്രത്യേക മിടുക്കുണ്ട്. തീർച്ചയായും കളങ്കാവലും അത്തരത്തിൽപ്പെടുന്ന ഒരു വേഷം തന്നെയായിരിക്കും. ഒരു വില്ലൻ ടച്ചുള്ള ഒരു കഥാപാത്രമാണ് കളങ്കാവലിൽ മമ്മൂട്ടി ചെയ്യുന്നത്. എന്തായാലും കളങ്കാവൽ വലിയ വിജയമായി അതിലൂടെ മമ്മൂട്ടി തിരിച്ചു വരട്ടെ എന്ന് ആശംസിക്കുന്നു. മലയാളത്തിലെ ഏറ്റവും മികച്ച 2 നടന്മാരാണ് മമ്മൂട്ടിയും മോഹൻലാലും. തീർച്ചയായും 2 പേർക്കും ഉയർച്ച താഴ്ചകൾ ഉണ്ടാവാറുണ്ട്. ഇവിടെ മമ്മൂട്ടിക്ക് ഇപ്പോൾ പരാജയകാലമാണ്. തീർച്ചയായും അദ്ദേഹം വളരെ മികച്ച രീതിയിൽ തിരിച്ചു വരുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. അങ്ങനെ ആവട്ടെ എന്ന് വളരെയേറെ ആഗ്രഹിക്കുന്നു. എന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ഒന്ന് സബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.